മന്ത്രി വി അബ്ദുറഹ്മാന്റെ കടന്നുവരവോടെ സംസ്ഥാനതലത്തിൽ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലമായി മാറിയ തിരൂരിൽ വികസന പത്രിക പുറത്തിറക്കാതെ UDF. 2050 തിരൂരിനെ മുന്നിൽ കണ്ട് വമ്പൻ പദ്ധതികളുമായി അബ്ദുറഹ്മാൻ മാനിഫെസ്റ്റോ പുറത്തിറക്കിയിട്ടും UDFന് മൌനം. 2021 തിരഞ്ഞെടുപ്പിലെ വാഗ്ദാനങ്ങൾ തിരിച്ചടിയായതോടെയാണ് ഇത്തവണ വികസന കാര്യത്തിൽ മൌനം പാലിക്കുന്നതെന്ന് ആക്ഷേപമുയരുന്നു. 2021 കുറുക്കോളി നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാകാത്തത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. വികസന തുടർച്ചയ്ക്കെന്ന പേരിൽ വോട്ട് തേടുമ്പോഴും ജയിച്ചാൽ മണ്ഡലത്തിൽ എന്ത് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിക്കാതെയാണ് UDF വോട്ട് തേടുന്നത്. താനൂർ MLA ആയിരുന്ന മന്ത്രി വി അബ്ദുറഹ്മാൻ തിരൂരിന്റെ വികസന പോരായ്മകളും 10 വർഷത്തിനിടെ താൻ താനൂരിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് വോട്ട് തേടുന്നത്. 15 സവിശേഷ ഊന്നൽ മേഖലകളും 15 ബൃഹത് പദ്ധതികളും 50 സവിശേഷ പദ്ധതികളും 100-ലധികം മൈക്രോ പ്രൊജക്ടുകളും അടങ്ങുന്ന പ്രകടന പത്രികയാണ് അബ്ദുറഹ്മാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. മണ്ഡലത്തിന് പൊതുവായും വിവിധ പഞ്ചായത്തുകൾക്കും നഗരസഭയ്ക്കും പ്രത്യേകമായും ഒരുക്കുന്ന മാസ്റ്റർ പ്ലാൻ അടിസ്ഥാനമാക്കിയായിരിക്കും ഭാവി പ്രവർത്തനങ്ങളെന്ന് അബ്ദുറഹ്മാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാക്കടവ് സ്വപ്നനഗരി, മാതൃകാ റിവർ ടൂറിസം ഡെസ്റ്റിനേഷൻ, മണ്ഡലത്തിലെ മുഴുവൻ ആളുകൾക്കും പ്രാഥമികവും അത്യന്താപേക്ഷിതവുമായ അടിസ്ഥാന സൌകര്യങ്ങൾ 100% ഉറപ്പുവരുത്തുന്ന ഗ്യാരണ്ടി സ്കീം തുടങ്ങിയ നവീന പദ്ധതികൾ LDF പത്രികയിലുണ്ട്. തിരൂർ സ്റ്റേഡിയം മൾട്ടിപർപ്പസ് സ്റ്റേഡിയം കോംപ്ലക്സ് ആക്കി ഉയർത്തുമെന്നും എല്ലാ പഞ്ചായത്തുകളിലും മിനി സ്പോർട്സ് കോംപ്ലക്സുകൾ, സ്മാർട്ട് വാക്ക് വേ, ഓപ്പൺ ജിം, ഷീ ഫിറ്റ്നസ് സെന്ററുകൾ എന്നിവ കൊണ്ടുവരുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ഇടതുമുന്നണി പ്രവർത്തകർ വീടുകളിലെത്തുന്നത്. അബ്ദുറഹ്മാന്റെ രംഗപ്രവേശത്തോടെ വികസനം മുൻനിർത്തിയുള്ള പോരിനാണ് തിരൂർ സാക്ഷ്യം വഹിക്കുന്നത്. രാഷ്ട്രീയത്തിനപ്പുറം തിരൂർ മണ്ഡലത്തിന്റെ സമഗ്ര വികസനം സംബന്ധിച്ച് കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്ന തരത്തിലാണ് ഇടതുമുന്നണിയുടെ പ്രവർത്തനം. അബ്ദുറഹ്മാൻ തുടക്കം മുതലേ ഉന്നയിക്കുന്നത് തിരൂരിന്റെ സമഗ്ര വികസനമാണ്. എന്നിട്ടും UDF വികസന പത്രിക പുറത്തിറക്കാത്തത് രാഷ്ട്രീയ നിരീക്ഷകരിൽ അത്ഭുതം സൃഷ്ടിക്കുന്നു. മണ്ഡലത്തിലെ എല്ലാ മേഖലകളിലും ഇടതുമുന്നണി വികസന പോരായ്മകളാണ് അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വൻ പദ്ധതികളാണ് കുറുക്കോളി പ്രഖ്യാപിച്ചിരുന്നത്. തലക്കടത്തൂർ താഴെപ്പാലം പുഴയോര പാത യാഥാർത്ഥ്യമാക്കുമെന്നതായിരുന്നു കുറുക്കോളിയുടെ പ്രധാന വികസന പ്രഖ്യാപനങ്ങളിൽ ഒന്ന്. നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. മലയാളം സർവകലാശാലയ്ക്ക് സ്ഥിരം ക്യാമ്പസ് യാഥാർത്ഥ്യമാക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. മലബാറിലെ ഏറ്റവും വലിയ ക്യാൻസർ ചികിത്സാ കേന്ദ്രമായി തിരൂരിലെ ഓങ്കോളജി വിഭാഗത്തെ മാറ്റുമെന്നും തിരുനാവായയിലെ താമര കൃഷിക്കായി പ്രത്യേക പദ്ധതി നടപ്പിലാക്കുമെന്നും കേന്ദ്ര സർക്കാരിന്റെ ഭൌമസൂചിക പദവി നേടിയ തിരൂരിലെ വെറ്റില കൃഷിക്ക് പ്രോത്സാഹനമേകാൻ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും വാഗ്ദാനങ്ങളുണ്ടായിരുന്നു. നഗരവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പ്രഖ്യാപനം പൂങ്ങോട്ടുകുളം താഴെപ്പാലം ഫ്ളൈ ഓവർ നിർമ്മിക്കുമെന്നായിരുന്നു. തിരൂർ മണ്ഡലത്തിൽ ഫുട്ബോൾ അക്കാദമി സ്ഥാപിക്കുമെന്നും പ്രശസ്ത കോച്ചുമാരുടെ പരിശീലനം ഉറപ്പുവരുത്തുമെന്നും തിരുനാവായ കേന്ദ്രമായി ആയോധനകലാ അക്കാദമി സ്ഥാപിക്കുമെന്നും വെട്ടത്ത് ഭിന്നശേഷി സൌഹൃദ പാർക്ക് ഒരുക്കുമെന്നും കുറുക്കോളി വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഇവയിൽ ഒരു പദ്ധതി പോലും യാഥാർത്ഥ്യമാക്കാൻ MLAക്ക് സാധിച്ചിരുന്നില്ല. പൂങ്ങോട്ടുകുളം താഴെപ്പാലം ഫ്ളൈ ഓവർ പദ്ധതി പ്രായോഗികമല്ലെന്ന് കണ്ടെത്തി ഉപേക്ഷിച്ചതായി കുറുക്കോളി മൊയ്തീൻ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ലീഗിന്റെ ഉരുക്കുകോട്ടയായ തിരൂരിൽ വി അബ്ദുറഹ്മാൻ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് 10 വർഷത്തിനിടെ താനൂരിൽ നടന്ന വികസന പദ്ധതികളാണ്. അതിനിടയിലാണ് തിരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണം സമാപിച്ചിട്ടും വികസന പത്രിക പുറത്തിറക്കാതെ UDF നേതൃത്വം മൌനത്തിൽ തുടരുന്നത്. ഇടതുമുന്നണി നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തിയായിരുന്നു വികസന പത്രിക പുറത്തിറക്കിയത്. എഡിറ്റർ ലൈവ്, തിരൂർ. നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.